ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ 4th ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഇത് ലാസ്റ്റ് ബ്ലോക്കാണ് ഈ ഒരു പേപ്പറിലെ. സോ പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി. എന്താ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. അതിന്റെ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ചില ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം, വിൽക്കുക, അല്ലെങ്കിൽ കുറച്ചധികം വേറെ വാങ്ങുക, അല്ലെങ്കിൽ ഉള്ളതിന്റെ പ്രൊപ്പോർഷൻസ് ചേഞ്ച് ചെയ്യുക. അങ്ങനെയുള്ള പോർട്ട്ഫോളിയോയിലെ ആ ഇൻവെസ്റ്റ്മെന്റിലെ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയാം. ഇപ്പൊ അതില് ഒന്നുകിൽ ചേഞ്ചിങ് ഓർ ഓൾട്ടറിങ് ദ എക്സിസ്റ്റിംഗ് മിക്സ്, ഉള്ളതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്താം, കുറച്ച് വിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങാം. അതുപോലെ തന്നെ പ്രൊപ്പോർഷൻ മാറ്റാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 lakh ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 1,50,000 ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു 75,000 ആക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ച് വരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ വേസ് ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ? ഒന്ന്, ചേഞ്ചിങ് സെക്യൂരിറ്റീസ് തന്നെ മാറ്റുക. ഇപ്പൊ കയ്യിലുള്ളത് ഡിബെഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് വിറ്റിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഒക്കെ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോർഷന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ പ്രൊപ്പോർഷൻ മാറ്റുക. ഇനി അടുത്തത്, വാട്ട് ആർ ദ നീഡ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ? ഒന്നെന്ന് പറയുന്നത് ചേഞ്ചിങ് ലൈഫ് സർക്കംസ്റ്റൻസസ്. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് മാറ്റാം. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് റിസ്ക് ടോളറൻസ്. ഇപ്പൊ നമുക്ക് ഏജ് കൂടുന്തോറും നമുക്ക് ചിലപ്പോൾ റിസ്ക് എടുക്കാനുള്ള താല്പര്യം കുറയുന്നുണ്ടാകാം. അപ്പോൾ റിസ്കി ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഒഴിവാക്കി അല്ലാത്തത് എടുക്കാം. ദെൻ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആൻഡ് വോളറ്റിലിറ്റി. മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസും ചേഞ്ചസും അനുസരിച്ചിട്ട് നമ്മൾ പോർട്ട്ഫോളിയോയിൽ റിവിഷൻ വരുത്താം. അതുപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെന്റിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, റിസഷൻ, ഗ്രോത്ത്, അതിൻ്റെയൊക്കെ ബേസിലും നമ്മൾ പോർട്ട്ഫോളിയോയിൽ ചേഞ്ച് വരുത്താം. അതുപോലെ തന്നെ പ്രോപ്പർ ഡൈവേഴ്സിഫിക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജിങ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആൻഡ് ടാക്സസ്. കോസ്റ്റും അതുപോലെ തന്നെ ടാക്സിന്റെ ഒക്കെ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ളതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴും നമുക്ക് പോർട്ട്ഫോളിയോയിൽ ചേഞ്ചസ് വരുത്താം. ദെൻ ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹേർഡ് മെന്റാലിറ്റി, അതായത് വേറെയുള്ള ഒരു ക്രൗഡിനെ ഫോളോ ചെയ്യാതെ ആ ഒരു മെന്റാലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പോർട്ട്ഫോളിയോ റിവിഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു റെഗുലർ റിവ്യൂ ഷെഡ്യൂൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പോർട്ട്ഫോളിയോയിൽ റെഗുലർലി റിവിഷൻസ് കൊണ്ടുവരാം. അപ്പൊ ഈ പോർട്ട്ഫോളിയോ റിവിഷന്റെ എയിംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു മാക്സിമൈസ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒരു പർട്ടിക്കുലർ റിസ്കിൽ നമുക്ക് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ടു മിനിമൈസ് റിസ്ക് ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഗിവൺ ലെവൽ ഓഫ് റിട്ടേണിൽ നമുക്ക് റിസ്ക് മിനിമം ആക്കാനും നോക്കാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഗോൾസ്, ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണെന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ്സ് എൻഷുർ ചെയ്യാം. ഇനി പോർട്ട്ഫോളിയോ റിവിഷനിൽ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ട്രാൻസാക്ഷൻസ് കോസ്റ്റ്. നമ്മൾ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ നോക്കുമ്പോൾ ബ്രോക്കറേജ് അങ്ങനെയൊക്കെ വരുന്ന കമ്മീഷന്, ഫീസ്, അങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ്. അതുപോലെ തന്നെ ടാക്സ്, ക്യാപിറ്റൽ ഗെയിന്, അതൊക്കെ ടാക്സബിൾ ആണ്. ദെൻ റെഗുലേറ്ററി കോംപ്ലയൻസ്. നമ്മളിപ്പോ ഇത് വിൽക്കോ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സെബിന്റെ ആണെങ്കിലും RBIന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും റെഗുലേഷൻസും റൂൾസും ഒക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യണം. ഇത്രയൊക്കെയാണ് കൺസ്ട്രെയിൻസ് ആയിട്ട് പറയുന്നത്. ഇനി പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അതിൽ വരുന്നതാണ് ആക്റ്റീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി, പാസീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി ഒക്കെ. അപ്പൊ അതിൽ വരുന്ന ആക്റ്റീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിനൊക്കെ കുറിച്ച് റിസർച്ച് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോർട്ട്ഫോളിയോയിൽ റിവിഷൻസ് വരുത്താം. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു മൈന്യൂട്ട് ചേഞ്ചസ് വന്നാലും മാർക്കറ്റ് എപ്പോഴെങ്കിലും ഇൻഎഫിഷ്യന്റ് ആവുകയാണെങ്കിലൊക്കെ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് അത് ബെനിഫിറ്റ് ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ചേഞ്ചസ് കൊണ്ടുവരുത്ത മാർക്കറ്റിന് അത്രയും കീൻ വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ ലൂപ്പ് ഹോൾസ് കാണുമ്പോഴേക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചേഞ്ച് വരുത്തുന്ന സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആണ്, ഇറ്റ് റിക്വയർസ് റെഗുലർ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ പോർട്ട്ഫോളിയോ റിവിഷൻ,
ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ്, എപ്പോഴും വിൽക്കും വാങ്ങുകയും ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, മാർക്കറ്റ് റിസർച്ചിന്റെ ആവശ്യമുണ്ട്. ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. ഇനി അതിന്റെ ഡ്രോബാക്സ്, ഹൈ കോസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എക്സ്പെർട്ടൈസ് ആവശ്യമാണ്, പിന്നെ പ്രഡിക്ഷൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നഷ്ടവും വരിക. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് പാസീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് എപ്പോഴും പോർട്ട്ഫോളിയോ ഏകദേശം മിക്കവാറും സ്റ്റേബിൾ ആയിട്ട് നിർത്തുക പോർട്ട്ഫോളിയോ. പിന്നെ മാർക്കറ്റ് ജനറലി എഫിഷ്യന്റ് ആണ്, അങ്ങനെ നമുക്ക് ഇൻഎഫിഷ്യൻസീസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഗെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അസംഷന്റെ പുറത്ത് കീപ്പ് ചെയ്യുന്നതാണ് പാസീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി. അപ്പോൾ മിനിമലാണ്, എപ്പോഴൊന്നും നമ്മള് റിവിഷൻ നടത്തുന്നില്ല, അപ്പൊ ബൈയും സെല്ലിംഗ് ഒന്നും ഫ്രീക്വന്റ് ആയിട്ടില്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണ്. ഇത്രയൊക്കെയാണ് പാസീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഒന്ന് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി. നമ്മൾ ഇപ്പോൾ കുറച്ച് സെക്യൂരിറ്റീസ് വാങ്ങുന്നു, നമ്മൾ കുറച്ചെന്തോ പ്രൈസ് കൂടി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്പൊ തന്നെ ഒന്നും വിൽക്കുന്നില്ല, അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ദെൻ പോർട്ട്ഫോളിയോ ഇൻഡെക്സിങ്, അതായത് ഇൻവെസ്റ്റേഴ്സ് ബൈ എവറി സ്റ്റോക്ക് ഇൻ ദ മാർക്കറ്റ് ഇൻഡെക്സ്, BSE സെൻസെക്സ്, അതിന്റെയൊക്കെ പ്രൊപ്പോർഷൻ, മാർക്കറ്റിലുള്ള പ്രൊപ്പോർഷന്റെ സെയിം ബേസിൽ തന്നെ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഫോർമുല പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ പ്രീസെറ്റ് റൂൾസ് ഓഫ് മെക്കാനിക്കൽ പ്രൊസീജിയർ ദെൻ ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ഫ്രം പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതായത് ഒരു പ്രീസെറ്റ് റൂൾസ് ആണ് ഫോർമുല പ്ലാൻസ്, ആ ഒരു ഫോർമുല തന്നെ ഫോളോ ചെയ്ത് പോകാം. ഇപ്പോ ബൈങ് ആൻഡ് സെല്ലിംഗ് ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് ബൈ ലോ ആൻഡ് സെൽ ഹൈ, ലോ പ്രൈസിൽ വാങ്ങിയിട്ട് ഹൈ പ്രൈസിൽ വിൽക്കാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം. ഇതിൽ വരുന്ന ടൈപ്സ് ആണ്, ഒന്ന് റുപ്പി കോസ്റ്റ് ആവറേജ് പ്ലാനിങ്, റുപ്പി കോസ്റ്റ് ആവറേജിങ് പ്ലാൻ, അതായത് ഫോർമുല പ്ലാൻസിന്റെ ടൈപ്പ് ആണ്. ഒന്ന് അതെന്ന് പറയുന്നത് ഇൻവെസ്റ്റർ ബൈ മോർ ഷെയർസ് വെൻ പ്രൈസസ് ആർ ലോ ആൻഡ് ഫ്യൂവർ വെൻ പ്രൈസസ് ആർ ഹൈ. പ്രൈസ് കൂടുമ്പോൾ കുറച്ചും, കുറഞ്ഞ പ്രൈസ് ആയിരിക്കുമ്പോൾ കൂടുതൽ സെക്യൂരിറ്റീസും ഇൻവെസ്റ്റേഴ്സും വാങ്ങിക്കാം. അതുപോലെ തന്നെ ഷെയർസിന്റെ സൈക്ലിക്കൽ മൂവ്മെന്റ് യൂട്ടിലൈസ് ചെയ്യാം. അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓരോ കോസ്റ്റിന്റെയും പെർ ഷെയർ ആവറേജ് കോസ്റ്റ് കുറവായിരിക്കും, മാർക്കറ്റിന്റെ ടൈമിങ്ങിന്റെ ആ ഒരു പ്രഷർ അവോയ്ഡ് ചെയ്യും, suitable in a declining or fluctuating market. Then disadvantage ആയിട്ട് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് മൊത്തത്തിൽ കൂടും. അതുപോലെ തന്നെ ബൈയിങ് സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ, ഇതിൽ സെല്ലിംഗ് സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് പറയാനില്ല. ഇനി ഇത് ഫോർമുല പ്ലാനിൽ വരുന്ന രണ്ടാമത്തെയാണ് കോൺസ്റ്റന്റ് റുപ്പി വാല്യൂ പ്ലാൻ. ഇതിൽ ഇൻവെസ്റ്റേഴ്സ് രണ്ട് പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് അഗ്രസീവ് പോർട്ട്ഫോളിയോ, അത് ഇക്വിറ്റി ഷെയർസ് ആണ്. രണ്ടാമത്തെ ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ, ബോൺസ്, ഡിബെഞ്ചേഴ്സ് ഒക്കെ. അപ്പോൾ അഗ്രസീവ് പോർട്ട്ഫോളിയോ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗോള്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഷെയറിന്റെ പ്രൈസ് കൂടുമ്പോൾ ഷെയർസ് കുറച്ച് എന്ത് ചെയ്യും, വിൽക്കും. ആ വിൽറ്റ ഷെയർസിന്റെ ഇത് ഡിബെഞ്ചേഴ്സിലോട്ട് മാറ്റും. എന്നാൽ ഷെയറിന്റെ പ്രൈസ് കുറയുമ്പോൾ കുറച്ചധികം ഷെയർസ് ഡിഫെൻസീവ് പോർട്ട്ഫോളിയോന്ന് എടുത്തിട്ട് വാങ്ങും. ഇങ്ങനെ അഗ്രസീവ് പോർട്ട്ഫോളിയോ ഇക്വിറ്റി ഷെയർസ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കോൺസ്റ്റന്റ് റുപ്പി വാല്യൂ പ്ലാനിൽ പറയുന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബൈ ലോ ആൻഡ് സെൽ ഹൈ ഓട്ടോമാറ്റിക്കലി. ഇനി അടുത്തതാണ് കോൺസ്റ്റന്റ് റേഷ്യോ പ്ലാൻ. ഇത് കോൺസ്റ്റന്റ് റുപ്പി വാല്യൂ പ്ലാൻ പോലെ തന്നെയാണ് ഈ അഗ്രസീവ് പോർട്ട്ഫോളിയോയും ഡിഫെൻസീവ് പോർട്ട്ഫോളിയോയും. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ്, ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചേഴ്സ്, ബോൺസ്. അത് തമ്മിലുള്ള റേഷ്യോ 60:40 ആ ഒരു റേഷ്യോയിൽ തന്നെ നിർത്തുക. പ്രൈസ് കൂടുമ്പോൾ ഷെയർസ് വിറ്റിട്ട് ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാം. പ്രൈസ് കുറയുമ്പോൾ ഷെയർസ് വാങ്ങിയിട്ട് ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് കോൺസ്റ്റന്റ് റേഷ്യോ പ്ലാനിൽ പറയുന്നത്. ഇനി അടുത്തതാണ് വേരിയബിൾ റേഷ്യോ പ്ലാൻ. ഇതിൽ ഈ അഗ്രസീവ് പോർട്ട്ഫോളിയോയും ഡിഫെൻസീവ് പോർട്ട്ഫോളിയോയും മാർക്കറ്റ് കണ്ടീഷന്റെ ബേസിലാണ് ഇതിന്റെ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നത്. മാർക്കറ്റ് റൈസ് ചെയ്യുമ്പോൾ ഷെയർസിന്റെ ക്വാണ്ടിറ്റി കുറച്ച് വിൽക്കുക, മാർക്കറ്റ് ഡിം ആകുമ്പോൾ ഷെയർസ് കൂടുതലായിട്ട് വാങ്ങിക്കുക.
അപ്പോൾ ഇത് മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് ആക്യുറേറ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലെ ലാസ്റ്റ് വണ്ണാണ് ഡോളർ കോസ്റ്റ് ആവറേജിങ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് റുപ്പി കോസ്റ്റ് ആവറേജിങ് പ്ലാനിനെ പോലെ തന്നെയാണ്, പക്ഷെ ഡോളർ കോസ്റ്റ് ഫോറിൻ കറൻസിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ റെഗുലർ ആയിട്ട് പീരിയോഡിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് മാർക്കറ്റ് പ്രൈസിനൊന്നും കൺസിഡർ ചെയ്യാതെ തന്നെ റെഗുലർ അതുപോലെ തന്നെ പീരിയോഡിക്കൽ റിവിഷൻ ആണ് വരുന്നത്. Then helps to build a portfolio gradually and minimize the average cost per share. ആവറേജ് കോസ്റ്റ് ഓരോ ഷെയറിലും വരുന്ന ആവറേജ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബിൽഡ് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ ഓവർ എ ലോങ് പീരീഡ്. ലോങ് പീരീഡിൽ നല്ലൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ഷോർട്ട് ടേം മാർക്കറ്റ് വോളറ്റിലിറ്റിനെ എന്താ പറയുക അതിന്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് റിവിഷൻ സ്ട്രാറ്റജീസ്, ആക്റ്റീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ പാസീവ് പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജി ഉണ്ട്. ഈ പാസീവിൽ വരുന്ന ഫോർമുല പ്ലാൻസിലാണ് ഇതൊക്കെ വരുന്നത്. റുപ്പി കോസ്റ്റ് ആവറേജിങ് പ്ലാന്, കോൺസ്റ്റന്റ് റുപ്പി വാല്യൂ പ്ലാന്, കോൺസ്റ്റന്റ് റേഷ്യോ പ്ലാന്, വേരിയബിൾ റേഷ്യോ പ്ലാന് ആൻഡ് ഡോളർ കോസ്റ്റ് ആവറേജിങ് പ്ലാൻ. ഇതിലെല്ലാം നമ്മുടെ സെക്യൂരിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അഗ്രസീവ് പോർട്ട്ഫോളിയോയും അതുപോലെ തന്നെ ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ. അഗ്രസീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസ് ആണ്. ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബെഞ്ചേഴ്സ് അതുപോലെ തന്നെ ബോൺസ് ആണ്. മാർക്കറ്റ് ഹൈ ആകുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ഷെയർസ് വിൽക്കുക, അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ഷെയർസ് വാങ്ങാം. ഇതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. സോ ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു.